പാഠം 11 ഇസ്രായേലിൻ്റെ തിരുനാളുകൾ. ആ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് നോക്കിയാലോ. ഒന്നാമത്തെ ചോദ്യം, ഇസ്രായേൽ ജനം പെസഹ തിരുനാളിലൂടെ അനുസ്മരിച്ചിരുന്നത് എന്ത്? ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് പേജ് നമ്പർ 75-ലാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ തിരുനാളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു പെസഹ തിരുനാൾ. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ ദൈവം അത്ഭുതകരമായി മോചിപ്പിച്ചതിൻ്റെ ഓർമ്മയാണ് ഈ തിരുനാളിലൂടെ അവർ ആചരിച്ചിരുന്നത്. അപ്പോൾ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ ദൈവം അത്ഭുതകരമായാണ് രക്ഷിച്ചത്, നമുക്കറിയാമല്ലേ. അതിൻ്റെ ഓർമ്മയാണ് പെസഹ തിരുനാളിലൂടെ ആചരിച്ചിരുന്നത്. പന്തക്കുസ്ത എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത്? അത് നമുക്ക് ഈസി ആയിട്ട് അറിയാവുന്നതാണ്, എങ്കിലും ടീച്ചറുടെ പേജ് കാണിച്ചു തരാം. പന്തക്കുസ്ത എന്ന വാക്കിൻ്റെ അർത്ഥമാണ് എന്ത്? 50-ാം ദിവസം എന്നാണ്. എന്താണ് 50-ാം ദിവസം? വിളവെടുപ്പ് തിരുനാൾ, ആഴ്ചകളുടെ തിരുനാൾ, ആദ്യ ഫലങ്ങളുടെ തിരുനാൾ എന്നെല്ലാം അത് അറിയപ്പെടുന്നുണ്ട്. അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. മൂന്നാമത്തെ ചോദ്യം, പാപപരിഹാര തിരുനാൾ ആചരിച്ചിരുന്നത് എന്തിനു വേണ്ടിയാണ്? പാപപരിഹാര തിരുനാളിൻ്റെ മറ്റൊരു പേരാണ് എന്ത്? യോം കിപ്പൂർ. ഹീബ്രു പദമാണിത്. അതിനെ കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിരുന്നത് എന്ന് നോക്കാം. ദൈവമായ കർത്താവിൻ്റെ പരിശുദ്ധിയും ഇസ്രായേൽക്കാരുടെ പാപകരമായ അവസ്ഥയും യോം കിപ്പൂർ എന്ന പദം അനുസ്മരിപ്പിക്കുന്നു. ജനങ്ങൾ പരസ്പരം അനുരഞ്ജനപ്പെടുകയും ദൈവത്തോട് മാപ്പ് അപേക്ഷിക്കുകയും വേണം. അതിനുള്ള അവസരമാണ് പാപപരിഹാര ദിനം. അപ്പോൾ പരസ്പരം സോറി പറയണം, ദൈവത്തിനോടും സോറി പറയണം. ഓക്കെ, ഇത് രണ്ടും ചെയ്യുന്ന ദിവസം, അതിനു വേണ്ടിയിട്ട് ദൈവം തിരഞ്ഞെടുത്ത് കൊടുത്തൊരു ദിവസമാണ് എന്ത്? പാപപരിഹാര ദിനം അല്ലെങ്കിൽ യോം കിപ്പൂർ. അടുത്ത ക്വസ്റ്റ്യൻ, ഉയർപ്പ് തിരുനാളിനെ തിരുനാളുകളുടെ തിരുനാൾ എന്ന് വിളിക്കാൻ എന്താണ് കാരണം? അതിൻ്റെ ഉത്തരം പേജ് നമ്പർ 77-ലുണ്ട്. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണം എന്ന നിലയിൽ ഉയർപ്പ് തിരുനാൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച് അടക്കപ്പെട്ട ഈശോ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റതിൻ്റെ അനുസ്മരണമാണത്. തിരുനാളുകളുടെ തിരുനാൾ എന്നിതറിയപ്പെടുന്നു. ഉയർപ്പ് തിരുനാളിന് ഒരുക്കമായി നമ്മൾ 50 ദിവസം നോമ്പെടുക്കാറുണ്ട്, നമുക്കറിയുന്ന കാര്യമാണല്ലേ. അടുത്ത ചോദ്യം, പുതിയ നിയമ പന്തക്കുസ്ത തിരുനാൾ ആചരണത്തിൻ്റെ അടിസ്ഥാനം എന്ത്? പുതിയ നിയമ പന്തക്കുസ്ത അതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഇവിടെയുണ്ട്. സ്വർഗാരോഹണത്തിന് ശേഷം 10-ാം ദിവസം പരിശുദ്ധാത്മാവ് അപ്പസ്തോലന്മാരുടെ മേൽ തീനാവുകളുടെ രൂപത്തിൽ എഴുന്നള്ളി വന്ന സംഭവമാണ് ഈ തിരുനാളിൻ്റെ അടിസ്ഥാനം. അപ്പോൾ പുതിയ നിയമത്തിലെ പന്തക്കുസ്തായുടെ അടിസ്ഥാനം സ്ലീഹന്മാരുടെ മേലെ പരിശുദ്ധാത്മാവ് വന്നതിൻ്റെ ഓർമ്മയാണ്. തിരുനാളുകൾ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് സഹായകമാകുന്നത് എങ്ങനെ? ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൻ്റെ ഉത്തരം വരുന്നത് ഈ പാരഗ്രാഫിലാണ്. തിരുനാളുകൾ വിശുദ്ധ ദിനങ്ങളായാണ് സഭ കാണുന്നത്. അവയിൽ ആഘോഷപൂർവ്വം പങ്കുചേരുന്നതിലൂടെ ദൈവത്തിന് നാം നന്ദി അർപ്പിക്കുന്നു. ഓരോ തിരുനാളിൻ്റെയും അർത്ഥവും സന്ദേശവും അറിഞ്ഞ് ആചരിക്കുമ്പോഴാണ് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് അത് ഉപകരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം.